നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം ഈ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിച്ചിരിക്കുകയാണ്. അത് ഈ നവംബർ 15 തീയതിയാണ് വക്രഗതി അവസാനിച്ച് ശനി തിരികെ നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങിയ സമയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഈ എല്ലാ രാശിക്കാർക്കും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതൊക്കെ രാശി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മഹാശനിഗ്രഹം തൻ്റെ സഞ്ചാരപഥത്തിൽ വക്രഗതിയിലും നേർരേഖയിലും സഞ്ചരിക്കുന്നു. ജ്യോതിഷ വിധി പ്രകാരം ആ രീതിയിലാണ് കണക്കാക്കുന്നത്. കർമ്മത്തിൻ്റെ ഫലദാതാവായ ശനിദേവൻ 2023 ജനുവരി 17, അതായത് മകരമാസം 3 തീയതി ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറി. അത് കഴിഞ്ഞ് 2024 ജൂൺ 30 ശനിയാഴ്ച പുലർച്ചെ 12:36 ശനീശ്വരൻ കുംഭം രാശിയിൽ ആരംഭിച്ച വക്രഗതി 2024 നവംബർ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ രാത്രി 7:51 അതേ രാശിയിൽ വന്ന് അവസാനിക്കുകയാണ്. അതായത് ന്യായാധിപനായ ശനി നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 7:52 വീണ്ടും നേർരേഖയിൽ സഞ്ചാരം ആരംഭിച്ചു. തുടർന്ന് വരുന്ന 2025 മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കും. ഈ രീതിയിലുള്ള ശനി ഭഗവാന്റെ ഓരോ ഗതിമാറ്റവും ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും വളരെയധികം സ്വാധീനിക്കും എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ നവഗ്രഹങ്ങളെ കാര്യം അറിയാമല്ലോ. നവഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രത്യേക സ്ഥാനമുള്ളത് ശനിക്കാണ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ശനി ചെയ്തു തന്നെ പോകും. നമ്മുടെ വളർച്ചയ്ക്കും പക്വതയ്ക്കൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള ജീവിത പാഠങ്ങൾ നമ്മൾ ഈ സമയത്ത് ശനി നിൽക്കുന്ന സമയത്ത് നന്നായി പഠിക്കും. അല്ലെങ്കിൽ ആ പഠിക്കണത് വരെ ശനി ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. വെല്ലുവിളികളും നഷ്ടങ്ങളും ഒക്കെ നൽകിയ ഏതൊരു പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളെയും നേരിടാൻ ആ ഒരു സമയം, ശനി നിൽക്കുന്ന ഒരു സമയം, നമ്മളത് പ്രാപ്തരായി തന്നെ വന്നു ചേരും എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. വേറെ ഒരു ഗ്രഹത്തിനുമില്ല ശനി നിൽക്കുന്നത് പോലെ നീണ്ട ഒരു 2.5 വർഷം ഒരേ സ്ഥാനത്ത് നിന്ന് ഒരു ജാതകൻ അല്ലെങ്കിൽ ജാതകരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മറ്റൊരു ഗ്രഹത്തിനുമില്ല എന്ന് തന്നെ പറയാം. ശനി ഭഗവാന്റെ മിത്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ബുധനും ശുക്രനുമാണ്. സമാനമായ ഗ്രഹം വ്യാഴവും ശത്രുഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ്. ഇവയിൽ ഓരോന്നിനോടും ശനി ഭഗവാൻ കൂടിച്ചേരുമ്പോൾ, ശനിഗ്രഹത്തിൻ്റെ ആ ഒരു ദൃഷ്ടി വരുമ്പോൾ ഓരോ ബലങ്ങളാണ് സിദ്ധിക്കുക. ഓരോ രീതിയിലായിരിക്കും ഓരോ ബലങ്ങൾ ഉണ്ടാവുക. ഒരു മനുഷ്യായുസിൽ ശനി പ്രധാനമായും 4 വിധത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത്. അതിലാദ്യമായിട്ട് തന്നെ ദശാപകാര ശനിദശ, അത് കഴിഞ്ഞ് 7.5 ശനിയുണ്ട്, കണ്ടക ശനിയുണ്ട്, അഷ്ടമ ശനിയുണ്ട്. ഈ 4 രീതിയിലാണ് ശനി ഒരു ജാതകനിൽ സ്വാധീനം ചെലുത്തുന്നത്. ചില ദശാകാലങ്ങളിലൊക്കെ അതായത് ശനിദശകൾ, ശനി നിൽക്കുന്ന ചില സമയത്തൊക്കെ ജാതകന് ഭാഗ്യം ലഭിക്കും. എന്നിരുന്നാൽ തന്നെയും പൊതുവെ ശനിയെ ഭയത്തോടെയാണ് എല്ലാവരും കാണുന്നത്. അടിസ്ഥാനപരമായിട്ട് അഹങ്കാരം ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, സ്വന്തം നിലയ്ക്കും വിലയ്ക്കുമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർ, നിത്യേന ഈശ്വര പ്രാർത്ഥന, പ്രധാനമായിട്ടും ഹനുമാൻ സ്വാമി, മഹാഗണപതി എന്നീ ദേവതകളെ ഭജിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഈ ശനിദേവൻ ഒരു വിധത്തിലും ഉപദ്രവിക്കില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ജ്യോതിഷികൾ എപ്പോഴും ശനിയെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. ഇതുവരെയും ശനി തീർന്നിട്ടില്ല, ഇപ്പോഴും ശനിയിലാണ്, എന്നും ശനി തന്നെയാണ്, ഒരു കാലത്തും അവസാനിക്കുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ള, ഓരോ 30 വർഷത്തിലും ഒരു 7.5 ശനി, ഒരു അഷ്ടമ ശനി, 3 കണ്ടക ശനി എന്നിവ വന്നു പോവും.
അതായത് ഓരോ 30 വർഷത്തിലും ഏകദേശം 17.5 വർഷം ശനിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള സ്വാധീനത്തിലായിരിക്കും ജാതകൻ വരുന്നത്. ഇതിന് പുറമെയാണ് ജന്മനക്ഷത്രത്തിൽ വരുന്ന, അതിന് ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി വരുന്ന 19 വർഷത്തെ ശനിദശ എന്നുകൂടി ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഈ ചോദ്യത്തിന് ഈ രീതിയിൽ മറുപടി പറയേണ്ടി വരുന്നത്. അപ്പോൾ എന്നും ശനിയാണ്, ശനിയുടെ സ്വാധീനം മാറുന്നില്ല, ശനിദശ എങ്ങനെ തീരും. ഈ ഒരു കണക്കിലാണ് ശനി ഒരു ജാതകനിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയുന്നത്, ഈ ശനി ദശയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റ് ശനി സംബന്ധമായ ദോഷങ്ങൾ നിൽക്കുന്ന സമയത്തോ അനുഭവപ്പെടുമ്പോഴൊക്കെ, ദശാകാലം അപഹാരമൊക്കെ വരുന്ന സമയത്തൊക്കെ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും വിനയത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥന, ദൈവ വിചാരം എന്നിവയൊക്കെ ഈ സമയത്ത് പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം, ഇങ്ങനെയുള്ളൊരു ജീവിത ശൈലിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. അത് ഏറ്റവും നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ സൂര്യോദയത്തിൽ തന്നെ ഉണരുക, വഞ്ചന, ചതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, പരസ്ത്രീ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളും മറ്റാളുകളുടെ ധനം കൈക്കലാക്കാനുള്ള ശ്രമം എന്നിവയൊക്കെ ഉപേക്ഷിക്കുക. സ്വന്തം നിലയ്ക്കും വിലയ്ക്കും നേരത്തെ പറഞ്ഞ പോലെ യോജിച്ച രീതിയിൽ പെരുമാറുക, കള്ളം പറയാതിരിക്കുക, അമിതമായിട്ട് സുഖലോലുപതയിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ. ഇത്തരം ശീലങ്ങൾ ശനിയുടെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുവാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനം കൈവരിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഈ ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ, ശനീശ്വര പ്രാർത്ഥന മുഖ്യമായിട്ട് ചെയ്യുക. ശനിയാഴ്ച ദിവസം വ്രതമെടുക്കാൻ ശ്രമിക്കുക. ശനിയാഴ്ച ദിവസം തന്നെ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീലാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കാൻ ശ്രമിക്കുക. മഹാഗണപതി, ഹനുമാൻ, ശിവഭജനം എന്നീ കാര്യങ്ങൾ നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുക, കറുത്ത വസ്ത്രം ധരിക്കുക. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ട്. എന്നാൽ ഇവ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാവുമെങ്കിലും പൂർണ്ണമായ ശാന്തി നൽകണമെന്നില്ല. അതിന് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ, ഗ്രഹദോഷത്തിനുള്ള പരിഹാരം ജാതകം പരിശോധിച്ച് ജാതകത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ശനിയുടെ ദൃഷ്ടി എങ്ങനെയാണ്, ശനിയുടെ അവസ്ഥ എന്താണെന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമുള്ള പരിഹാരങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, പ്രത്യേകിച്ച് ശനി, വ്യാഴൻ, ശുക്രൻ എന്നിവയുടെയൊക്കെ സ്ഥാനമനുസരിച്ച് കൃത്യമായ പരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. അത് അത്യാവശ്യമായിട്ട് കാര്യം. അല്ലാത്ത പക്ഷം പൊതുവായ പരിഹാരങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ബലം നൽകണമെന്നില്ല. മാത്രമല്ല, കറുത്ത വസ്ത്രം ധരിക്കുന്നത് പോലുള്ള ചില പൊതു പരിഹാരങ്ങൾ ജാതകത്തിൽ കറുപ്പ് അശുഭമായിട്ടുള്ള നിറമുള്ള ജാതകർക്ക് അത് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകത്തുമില്ല. അത് പറയാനുള്ള കാരണം, ചില നക്ഷത്ര ജാതകർക്ക് കറുപ്പ് എന്നുള്ളത് ജാതകപരമായിട്ട് പ്രതികൂലമായിട്ടുള്ള നിറമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കറുപ്പ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ദോഷഫലങ്ങൾ വരുത്തി വയ്ക്കുകയേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി നടക്കുന്നവർ വളരെ ശ്രദ്ധയും ജാഗ്രതയും പാലിച്ചില്ലെങ്കിൽ ആഭിചാരദോഷം ബാധിക്കുന്ന സമയം കൂടിയാണ്. മഹാദേവന് പോലും ഏഴരശനി കാലത്ത് ദുരിതം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മനുഷ്യജന്മത്തിൽ പിറന്ന ഓരോരുത്തരും അഹങ്കാരം വെടിഞ്ഞ് നിഷ്കാമകർമ്മത്തിൽ മുഴുകിയാൽ ശനി ഭഗവാൻ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയരത്തിൽ എത്തിയ ശേഷം കുറച്ച് താഴോട്ട് വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. കലാകാരന്മാർക്ക് നേട്ടങ്ങൾ, കോട്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ മൂലം വീണ്ടും വിവാദ വിഷയങ്ങളിലൊക്കെ പല രീതിയിലുള്ള വിവാദ വിഷയങ്ങളും ഇനി സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു. കൂടാതെ രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള അപമാനം വരാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിക്കാനുള്ളൊരു സമയം കൂടിയായിരിക്കും 2025 എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള അത്യാവശ്യം ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു രീതിയിലായിരിക്കും ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ വരുന്ന പൊതുവായ ഫലങ്ങളെന്ന് പറയുന്നത് 2025. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓരോ രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ
അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.